ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് മെത്തേഡ്സ് ഇൻ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ബ്ലോക്കിലെ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി കോൺസെപ്ച്വൽ ഫൗണ്ടേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ഈ ഒരു യൂണിറ്റ് കുറച്ച് ബ്രോഡ് ആയതുകൊണ്ട് ഞാനിതിന് രണ്ട് പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് റിസർച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മൾ കുറച്ചും കൂടെ ഒരു റിസർച്ച് പ്രോസസ്സുകളും അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേജസ് ആണ് റിസർച്ചിലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. കാരണം ഏതൊരു കാര്യവും നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഒരു സിസ്റ്റമാറ്റിക്കലി ഒരു മൊഡ്യൂൾ പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പഠിക്കുകയോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഫസ്റ്റ്ലി ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ മൊഡ്യൂളിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ റിസർച്ച് മെത്തഡോളജി ആൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂവൻസ്. അതായത് എന്താണ് ഒരു റിസർച്ച് മെത്തഡോളജിയും അതുപോലെ തന്നെ എന്തൊക്കെ യൂണിറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു റിസർച്ച് മെത്തഡോളജി എന്നുള്ളതുമാണ് നമ്മൾ ഇനിഷ്യലി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ സെക്കൻഡ് വൺ ഇസ് ലൈക്ക് വേരിയസ് ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ്സ് ദാറ്റ് ഗൈഡ് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്. അതായത് നമ്മളൊരു സോഷ്യൽ സയൻസ് റിസർച്ച് നടത്തുന്ന സമയത്ത് ഏതൊക്കെ ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവുകളാണ് നമ്മളവിടെ ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പർട്ടിക്കുലർ ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവുകൾ എന്നാണ് നമ്മൾ രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ്, ഈ യൂണിറ്റിന്റെ രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. തേർഡ് വൺ ഇസ് ഡിസ്ക്രൈബ് ദി വേരിയസ് റിസർച്ച് അപ്രോച്ചസ്. അല്ലെങ്കിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് റിസർച്ച് അപ്രോച്ചസുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് റിസർച്ച് സ്ട്രാറ്റജീസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന റിസർച്ച് ക്വസ്റ്റ്യൻസുകൾക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ അപ്രോച്ചുകൾ അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർത്ത് വൺ ഇസ് ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ്. അതായത് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ ഒരു റിസർച്ച് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ ഇതിന്റെ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്ന പ്രോസസ്സുകൾ അല്ലെങ്കിൽ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് ഇതൊക്കെ. എന്തൊക്കെ റിസർച്ച് പ്രോസസ്സുകളാണ് ഒരു പർട്ടിക്കുലർ റിസർച്ചിൽ കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എന്തൊക്കെ റിസർച്ച് ഡിസൈൻസ് ആണ് നമുക്കിവിടെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് വേരിയസ് ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് റിസർച്ച് ഡിസൈൻസ് ആണ് നമുക്ക് ഫോളോ ചെയ്യാന്നുള്ളതൊക്കെയാണ് അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിസർച്ചുകൾക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻസുകളാണ് അപ്രോപ്രിയേറ്റ്ലി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതെന്നൊക്കെയാണ് ഫിഫ്ത്ത് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. സോ ഈ 5 ഒബ്ജക്റ്റീവുകൾ കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവും സെക്കൻഡ് പാർട്ട് നമ്മൾ റിസർച്ച് പ്രോസസ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. എന്താണ് റിസർച്ച്, എന്തിനാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് റിസൾട്ട് ആണ് അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് ഔട്ട്കം ആണ് നമുക്ക് റിസർച്ച് ചെയ്യുന്നത് കൊണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നതെന്നൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ ആണ് എന്താണ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റിസർച്ച് പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഹ്യൂമൻ പ്രോഗ്രസ്. അതായത് ഒരു ഹ്യൂമൻ പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റിൽ ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് പ്ലേ ചെയ്യുന്ന ഒരു ആസ്പെക്ട് ആണ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് റിസർച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു പർട്ടിക്കുലർ ടേമിന്റെ ഡെഫിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഇൻകൾക്കേറ്റിംഗ് സയന്റിഫിക് ആൻഡ് ഇൻഡക്റ്റീവ് തിങ്കിങ് ആൻഡ് പ്രൊമോട്ട്സ് ഡെവലപ്മെന്റ് ഓഫ് ലോജിക്കൽ തിങ്കിങ് ആൻഡ് ഓർഗനൈസേഷൻ. അതായത് ബേസിക്കലി സയന്റിഫിക് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് തിങ്കിങ്. സയന്റിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, സയന്റിഫിക് ടൂൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള തിങ്കിങ്. നമുക്കൊരു തിയറിയിൽ നിന്ന് നമ്മൾ തിയറിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ ആ തിയറി ഓരോ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റിൽ അപ്ലൈ ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ ഇൻഡക്റ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ജനറൽ തോട്ട് ഉണ്ടാവും. ഇപ്പം ലോ ഓഫ് മോഷൻ എന്ന് പറയുന്ന ഫിസിക്സിൽ പറഞ്ഞാൽ ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞൊരു തിയറി അവിടെ ഉണ്ടാവും. അതിനെ നമ്മൾ ഇൻഡക്റ്റീവ്ലി തിങ്ക് ചെയ്യുക. നമ്മുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നതിനാണ് ഇൻഡക്റ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ പ്രൊമോട്ട്സ് ഡെവലപ്മെന്റ് ഓഫ് ലോജിക്കൽ തിങ്കിങ്. അതുപോലെ അറ്റ് ദ സെയിം ടൈം ഇതിന്റെ ലോജിക്കൽ ആസ്പെക്റ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു അതിനൊരു പ്രോപ്പർ റിസർച്ച് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. The social scientists study the relationship among many variables. അതായത് സോഷ്യൽ സയന്റിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്, ഒരുപാട് വേരിയബിൾസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുകയാണ്. ടു ആൻസർ ദ കോംപ്ലക്സ് ഇഷ്യൂസ്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടക്ട് ചെയ്യുന്നു. ആൻഡ് ഈ കണ്ടക്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ റിസർച്ച്. സോ ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു ബ്രീഫ്
ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ റിസർച്ച് എന്ന് പറയുന്നത് എയ്ഡ്സ് എ പ്രോസസ് ഓഫ് നോളജ് ഫോർമേഷൻ. ഒരു നോളജ് ഫോർമേഷൻ ആണ്. നമ്മളൊരു റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും റിസർച്ച് ചെയ്യണം. അതായത് ഒരു നോളജ് ഫോർമേഷൻ ആണ് നമ്മളിവിടെ നടത്തുന്നത്. ആൻഡ് ഓൾസോ സെർവ്സ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് പ്രൊവൈഡിങ്. അതായത് ഈ റിസർച്ച് നടത്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പോളിസി സജഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ബിസിനസ് ആസ്പെക്റ്റിലായിക്കോട്ടെ, ഗവൺമെന്റിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓർഗനൈസേഷനിലൊക്കെ ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ വി ആർ പ്രൊവൈഡിങ് സം പോളിസി സജഷൻസ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. MNREG അല്ലെങ്കിൽ ഫുഡ് പോളിസി, ഫുഡ് സെക്യൂരിറ്റി പോളിസി, ഒരുപാട് പോളിസീസ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പോളിസീസ് ഒക്കെ എവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവോൾവ് ചെയ്ത് വന്നത് എവിടെ നിന്നാണ്? ഒരു പ്രോപ്പർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഈ ഒരു പ്രോപ്പർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന്റെ മറ്റൊരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വി ആർ പ്രൊവൈഡിങ് ദ പോളിസി സജഷൻസ് ടു ഡിഫറെന്റ് ബിസിനസ്, ഗവൺമെന്റ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. പല ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ബിസിനസ് ഫേമുകളായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ സോഷ്യൽ ഓർഗനൈസേഷൻസ് ആയിരിക്കും. ഇതൊക്കെയാണ് ബേസിക്കലി ഈ റിസർച്ച് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിന് ശേഷമുള്ള ഒരു റിസൾട്ട്സ് ടേക്ക് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളൊക്കെയാണ്. സോ നോളജ് അല്ലെങ്കിൽ നോളജ് ഓഫ് ദ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഓർ ഫിലോസഫി ഓഫ് സയൻസ്, ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ ആൻഡ് ടൂൾസ് ഓർ മെത്തേഡ്സ് ഓഫ് അനലൈസിംഗ് ഡാറ്റ ആർ എസെൻഷ്യൽ ഫോർ അണ്ടർടേക്കിംഗ്. അതായത് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ ഐഡിയ ഓഫ് നോളജ് അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഫിലോസഫി ഓഫ് സയൻസിനെ കുറിച്ച് ഒരു പർട്ടിക്കുലർ നോളജ് ഉണ്ടാവണം. ആൻഡ് എന്തൊക്കെ കൈൻഡ് ഓഫ് ടെക്നിക്സിലൂടെയാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം. എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പർട്ടിക്കുലർ ടൂൾസ് ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതിന്റെ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് വി ക്യാൻ കണ്ടക്ട് എ സയന്റിഫിക് മാനർ റിസർച്ച്. ഒരു സയന്റിഫിക് മാനറിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യണമെങ്കിൽ വി നീഡ് ദീസ് കൈൻഡ് ഓഫ് പ്രീറിക്വസിറ്റ്സ്. ഓക്കെ, സോ അതാണ് നമ്മൾ എന്താണ് റിസർച്ച് അല്ലെങ്കിൽ എന്താണ് ആ പർട്ടിക്കുലർ ടേം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നൗ കമ്മിങ് ടു ദ റിസർച്ച് മെത്തഡോളജി. എന്താണ് റിസർച്ച് മെത്തഡോളജി, അല്ലെങ്കിൽ എന്തൊക്കെ കൂടുന്നതാണ് ഈ റിസർച്ച് മെത്തഡോളജി എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. ഇറ്റ്സ് സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് എൻക്വയറി എയ്തർ ടു ഡിസ്കവർ ന്യൂ ഫാക്ട്സ് ഓർ ടു വെരിഫൈ ഓൾഡ് ഫാക്ട്. അതായത് ഒന്നെങ്കിൽ പുതിയ ഫാക്ടുകൾ ഡിസ്കവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾഡ് ഫാക്ടുകളെ നമ്മൾ വെരിഫൈ ചെയ്യുകയാണ് ബേസിക്കലി റിസർച്ച് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഈ പറയുന്ന പോലെ പുതിയ ഫാക്ടുകൾ ഡിസ്കവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഓൾഡ് ഫാക്ടുകളെ വെരിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഇന്റർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഒരു ജനറേറ്റ് ചെയ്യുകയാണ് ബേസിക്കലി ഈ ഒരു റിസർച്ച് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. ഇതൊരു സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് എൻക്വയറി ആണ്. ഒന്നെങ്കിൽ നമ്മൾ പുതിയ ഫാക്ട്സുകൾ ഡിസ്കവർ ചെയ്യും, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടുകളെ വെരിഫൈ ചെയ്യും. ഓക്കെ, സോ ഇനി റിസർച്ച് മെത്തഡോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ കൺസിസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. The first one is theoretical perspective or orientation to guide research and logic of inquiry. So the first concept we need to consider under research methodology എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ ആണ് ടു ഗൈഡ് റിസർച്ച് ആൻഡ് ലോജിക് ഓഫ് എൻക്വയറി. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കിനും അതിന്റെ ഒരു ലോജിക്കൽ എൻക്വയറിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന തിയററ്റിക്കൽ പെർസ്പെക്റ്റീവുകൾ അല്ലെങ്കിൽ ഓറിയന്റേഷൻസിനെയാണ് നമ്മൾ ഒരു റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ്, അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസും ടെക്നിക്സും അതും ഒരു റിസർച്ച് മെത്തഡോളജിന്റെ ഫീച്ചർ ആണ്. അതേപോലെ തന്നെ എന്ത് കൈൻഡ് ഓഫ് മെത്തേഡ് ആണ് ഈ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ യൂസ് ചെയ്തിട്ടുള്ള അനാലിസിസിൽ നമ്മൾ എന്ത് കൈൻഡ് ഓഫ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നുള്ളതും ഇറ്റ് കംസ് അണ്ടർ ദ ഹെഡിങ് ഓഫ് റിസർച്ച് മെത്തഡോളജി. ഓക്കെ, ഇനി എന്താണ് റിസർച്ച്? നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഈ ഒരു സ്ലൈഡിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും, നമുക്ക് ഒരുപാട് ടേംസ് കണ്ടു. ടൂൾസ്, റിസർച്ച് ടൂൾസ്, റിസർച്ച് മെത്തേഡ്സ്, റിസർച്ച് മെത്തഡോളജി, അങ്ങനെ ഒരുപാട് ടൂൾസ്, ഒരുപാട് പർട്ടിക്കുലർ ടേംസ് നമ്മൾ കണ്ടു. ഇനി എന്തൊക്കെയാണ് അതെന്ന് നോക്കാം. റിസർച്ച് മെത്തേഡ്, അതായത് എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മെത്തേഡും മെത്തഡോളജിയും. അപ്പം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടെക്നിക്സ് ആൻഡ് ടൂൾസ്, നമ്മൾ റിസർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സിനെയാണ് നമ്മൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കംപ്രൈസ് ആയിട്ടുള്ള ഒരു ജനറൽ ഫോം ആണ് മെത്തഡോളജി, അല്ലെങ്കിൽ ഒരു ജനറൽ ആസ്പെക്ട് ആണ് മെത്തഡോളജി എന്ന് പറയുന്നത്. ആൻഡ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സിനെയാണ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ റിസർച്ച് മെത്തേഡ്.
ഇനി എന്തൊക്കെയാണ് ഈ ടൂൾസും ടെക്നിക്സുകളും? റിസർച്ച് ടെക്നിക്സുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ ആസ്പെക്ട് ഓഫ് കളക്ടിങ് ഡേറ്റ. അതായത് നമുക്ക് വേണ്ട നമ്മളൊരു സ്റ്റഡി നടത്തുന്ന സമയത്ത് നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുകയും അതേപോലെ തന്നെ ദ വേ ദ ഇൻഫർമേഷൻ ഓർ ഡേറ്റ ഒബ്റ്റെയിൻഡ് ഈസ് ഓർഗനൈസ്ഡ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ കളക്ട് ചെയ്ത ഡേറ്റ ഓർഗനൈസ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്നൊക്കെ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ ആസ്പെക്റ്റുകളെയാണ് നമ്മൾ ഈ ഒരു റിസർച്ച് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ. റിസർച്ച് ടൂളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇൻസ്ട്രുമെന്റ്സ് ആണ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സുകളെയാണ് നമ്മൾ ടൂൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസർച്ച് ടൂൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യനെയറുകൾ ഉണ്ടാവും, ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാവും, മാപ്പുകൾ ഉണ്ടാവും, ഡയറീസ് ഉണ്ടാവും, ഫോട്ടോസ്, ഡ്രോയിങ്. റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ടൂൾസ്, ഇൻസ്ട്രുമെന്റ്സിനെയാണ്, ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ ടൂൾസ് എന്ന് പറയുന്നത്. ടെക്നിക്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് പ്രാക്ടിക്കൽ ആസ്പെക്ട് ഓഫ് കളക്ടിങ് ഡേറ്റ, അല്ലെങ്കിൽ ഡേറ്റനെ കളക്ട് ചെയ്യും അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിനെയാണ് നമ്മൾ റിസർച്ച് ടെക്നിക് എന്ന് പറയുന്നത്. സോ ബേസിക്കലി സെൻസസ് മെത്തേഡും സർവേ മെത്തേഡും ഒക്കെയാണ് കൂടുതൽ നമ്മൾ ഇക്കണോമിക്സ് ടേംസിൽ കൺസിഡർ ചെയ്യുന്ന ചില ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് അല്ലെങ്കിൽ റിസർച്ച് ടൂൾസ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അല്ലെങ്കിൽ ന്യൂമറിക്കലി നമുക്ക് അല്ലെങ്കിൽ ന്യൂമറിക്കലി ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റകളാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പൈൽഡ് അല്ലെങ്കിൽ ഒരു ജനറേറ്റഡ് വേ ഓഫ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. അതായത് കുറച്ചും കൂടി ഒരു ഒബ്സർവേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഒരു സെമി സ്ട്രക്ചർഡ് ഇന്റർവ്യൂ മെത്തേഡിലൂടെ അല്ലെങ്കിൽ ലൈഫ് ഹിസ്റ്ററിയിലൂടെ ഒക്കെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. And data analysis involves a set of statistical techniques used in establishing relationship between the different variables and in evaluating the accuracy of the results. അപ്പം ബേസിക്കലി ഈ പറയുന്ന ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ കണ്ട സ്ലൈഡുകളിലൊക്കെ കണ്ട ഒരു ടേം ആണ് അനാലിസിസ്. അപ്പൊ ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിലൂടെ നമ്മളൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിനെയാണ് നമ്മൾ ഒരു ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഡേറ്റ കളക്ട് ചെയ്താൽ മാത്രം പോരാ, അതിനെ അനാലിസിസ് പ്രോസസ്സിലൂടെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് വി ആർ ജസ്റ്റ് കളക്ടിങ് ദ ഡേറ്റ. ഓക്കെ. സോ അതാണ് ഡേറ്റ അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നൗ കമ്മിങ് ടു ദ തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ്. നമ്മൾ നേരത്തെ കണ്ടു, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ പാർട്ട് 1 തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവുകളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റ്സ് ടു തിയറി ഓഫ് നോളജ് വിച്ച് ലൈസ് വിത്തിൻ ദ ഡൊമൈൻ ഓഫ് ഫിലോസഫി ഓഫ് സോഷ്യൽ സയൻസ്. അതായത് ബേസിക്കലി ഒരു തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ തിയറി ഓഫ് നോളജ്. അതായത് ഒരു സോഷ്യൽ സയൻസിന്റെ ഒരു ഫിലോസഫിയുടെ ഡൊമൈനിൽ വരുന്ന ഒരു തിയറി ഓഫ് നോളജിനെയാണ് നമുക്കൊരു ഏതൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്തും ദർ വിൽ ബി എ തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കണം. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രീ റിക്വസൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പറഞ്ഞ തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവിൽ ക്ലോസ്ലി കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു കീ കോൺസെപ്റ്റ് ആണ് പാരഡിം. ഓക്കെ. ഒരു കീ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ദ തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഈസ് പാരഡിം. ആൻഡ് എന്താണ് ഈ പാരഡിം? ഈ ടേം എന്ന് നമ്മൾ ഇനിയും ഒരുപാട് ക്ലാസ്സുകളിൽ കാണുന്ന ഒരു ടേം ആണ്. പാരഡിം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ബിലീഫ് സിസ്റ്റം, വേൾഡ് വ്യൂ ഓർ ഫ്രെയിം വർക്ക് ദാറ്റ് ഗൈഡ് റിസർച്ച് ആൻഡ് പ്രാക്ടീസ്. അതായത് ഇതൊരു ഗൈഡാണ് റിസർച്ച് അല്ലെങ്കിൽ റിസർച്ച് പ്രാക്ടീസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേൾഡ് വ്യൂ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ പാരഡിം എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി എ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ദർ വിൽ ബി എ വേൾഡ് വ്യൂ അല്ലെങ്കിൽ ഒരു ബിലീഫ് സിസ്റ്റം അവിടെ എക്സിസ്റ്റിംഗ് ആയിരിക്കും. അതിനെയാണ് നമ്മളൊരു പാരഡിം എന്ന് പറയുന്നത്. അപ്പം ഈ പാരഡിമിന്റെ ബേസിസിലായിരിക്കും ആ എൻറ്റയർ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ പാരഡിമിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. അത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോർഷൻ കൂടിയാണ്. സോ ഫസ്റ്റ് അസംഷൻ ഈസ് അസംഷൻസ് ഓഫ് ഫണ്ടമെന്റൽ ഇഷ്യൂസ്. അതായത് ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ഇക്കണോമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഫണ്ടമെന്റൽ ഇഷ്യൂസിനെയൊക്കെ നമ്മൾ ഈ പറയുന്ന പാരഡിമിൽ കംപ്രൈസ് ചെയ്തിട്ടാണുള്ളത്. ആൻഡ് തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ജനറൽ മെത്തഡോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടാവണം. അതായത് ഒരു തിയറി, ഒരു നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന റിസർച്ചിന് ഒരു തിയറട്ടിക്കൽ അല്ലെങ്കിൽ ഒരു കോൺസെപ്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. അതേപോലെ തന്നെ മെത്തഡോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടാവണം. ഇതെല്ലാം ചേരുന്നതാണ് ഒരു പാരഡിം എന്ന് പറയുന്നത്. ഈ അസംഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫീച്ചേഴ്സ് കൺസിസ്റ്റ് ആവുന്നതാണ് ഒരു പാരഡിം എന്ന് പറയുന്നത്. അതായത് ജനറലി ഒരു റിസർച്ചിന്റെ മെയിൻ സ്റ്റോൺ അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന പാരഡിം. ആൻഡ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് പാരഡിംസ് ഇൻ ദ കോൺസെപ്റ്റ്. റിസർച്ച് അപ്രോച്ചുകളിൽ ഒരുപാട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പാരഡിംസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പാരഡിംസ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്.
The first one is positivism and post-positivism. The second one is critical thinking. Third one is interpretivism. And fourth one is pragmatism. And ഈ നാല് കോൺസെപ്റ്റുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഒരു പാരഡിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിസർച്ച് അപ്രോച്ചുകളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 4 പാരഡിംസ് ആണ് ഈ പറയുന്ന പോസിറ്റിവിസം, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇന്റർപ്രറ്റിവിസം ആൻഡ് പ്രാഗ്മാറ്റിസം. ഇനി ഇത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. The positivist research, എന്തൊക്കെയാണ് പോസിറ്റിവിസ്റ്റ് റിസർച്ചുകൾ ഉദ്ദേശിക്കുന്നത്? The researcher seeks to uncover the objective truth about the world by applying the scientific method. അതായത് ഒരു റിസർച്ചർ അയാളുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു അൺകവർ ദ ട്രൂത്ത് അബൌട്ട് ദ വേൾഡ്, അതായത് സയന്റിഫിക് മെത്തേഡുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറി അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റിനെ അൺകവർ ചെയ്യുകയാണ് ബേസിക്കലി ഈ പറയുന്ന പോസിറ്റിവിസ്റ്റ് റിസർച്ചുകൾ ചെയ്യുന്നത്. ആൻഡ് ബേസിക്കലി ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാവും. അതായത് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എല്ലാ റിസർച്ചുകൾക്കും ഒരു ഹൈപ്പോത്തസിസ് ഉണ്ട്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്നുള്ളതാണ് നമ്മുടെ ഹൈപ്പോത്തസിസ്. ആൻഡ് ഈ ഹൈപ്പോത്തസിസ് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യും. ഒരു സിസ്റ്റമാറ്റിക് മാനറിലൂടെ ഡേറ്റ കളക്ട് ചെയ്യും. അതിനുശേഷം ഈ പറഞ്ഞ ഡേറ്റയെ ക്വാണ്ടിറ്റേറ്റീവ്ലി അനലൈസ് ചെയ്യും. ആ അനലൈസ് ചെയ്ത ഡേറ്റയിൽ നിന്നും നമ്മളൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യും ബേസ്ഡ് ഓൺ ദ എംപിരിക്കൽ എവിഡൻസ്. ഇതിനെയാണ് നമ്മൾ പോസിറ്റിവിസ്റ്റ് റിസർച്ച് എന്ന് പറയുന്നത്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് സൈഡ് ഓഫ് റിസർച്ച് ആണ് ബേസിക്കലി ഈ ഒരു പോസിറ്റിവിസ്റ്റ് റിസർച്ചുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി എന്താണ് പോസിറ്റിവിസ്റ്റ് റിസർച്ചുകൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് അക്സെപ്റ്റ്സ് ദ കോൺസെപ്റ്റ്സ് ടു ബി റെലവന്റ് ഓൺലി ഇഫ് ദേ സപ്പോർട്ട് ദ ആക്ഷൻ. അതായത് ഒരു പർട്ടിക്കുലർ ആക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പോസിറ്റിവിസ്റ്റ് റിസർച്ച് മെത്തേഡ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. So while still valuing the empirical evidence and scientific methods, post-positivism recognize the influence of subjectivity, context and interpretation. അതായത് നമ്മൾ പോസിറ്റിവിസ്റ്റ് റിസർച്ചുകൾ കാണുന്നതിന്റെ അത് ആ ഒരു പെർസ്പെക്റ്റീവ് അല്ല, മറിച്ച് ഒരു സബ്ജക്ടിവിറ്റിയും ഒരു ഇന്റർപ്രിറ്റേഷനും ഒരു കോണ്ടെക്സ്റ്റലൈസേഷനും ഒക്കെയാണ് കൂടുതലും ഈ ഒരു പോസിറ്റിവിസ്റ്റ് റിസർച്ച് മെത്തേഡിൽ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. പോസിറ്റിവിസ്റ്റ് റിസർച്ചുകൾ എംഫസൈസ് ചെയ്തത് ഇൻഡിപെൻഡൻസ് ബിറ്റ്വീൻ റിസർച്ച്. അതായത് നമ്മൾ നേരത്തെ കണ്ട പോസിറ്റിവിസ്റ്റ് അപ്രോച്ചുകളിൽ ഇൻഡിപെൻഡൻസ് ബിറ്റ്വീൻ റിസർച്ച് ചെയ്യപ്പെടുന്ന ആളുകളും റിസർച്ച് ചെയ്യുന്ന ആളുകളും തമ്മിലൊരു ഇൻഡിപെൻഡൻസ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പോസിറ്റിവിസ്റ്റ് ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസ്, ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ നോളജ് ആൻഡ് വാല്യൂ ഓഫ് ദ റിസർച്ചർ ക്യാൻ, അതായത് ഒരു റിസർച്ചറിന്റെ നോളജ് ബാക്ക്ഗ്രൗണ്ടും അയാളുടെ തിയറി അണ്ടർസ്റ്റാൻഡിങ്ങും ഹൈപ്പോത്തസിസും ഒക്കെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് എന്നാണ് പോസിറ്റിവിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ പോസിറ്റിവിസ്റ്റുകൾ കുറച്ചും കൂടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിളിലാണ് കുറച്ചും കൂടെ പോസിറ്റിവിസ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ റിസർച്ച് പാരഡിം. അപ്പം എന്തൊക്കെയാണ് ഒരു റിസർച്ച് പാരഡിം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് പാരഡിമിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു ദ ഫീച്ചേഴ്സ് ഓഫ് ദ റിസർച്ച് പാരഡിം. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു പർട്ടിക്കുലർ റിസർച്ച് പാരഡിമിൽ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത്? സോ ദ ഫസ്റ്റ് വൺ ഇസ് ദേ ഡിഫർ ഓൺ ദ ക്വസ്റ്റ്യൻ ഓഫ് ദ റിയാലിറ്റി. അതായത് റിയാലിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് എ റിസർച്ച് പാരഡിം. അതായത് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യപ്പെടുന്ന സമയത്ത് അതിൽ ഇൻക്ലൂഡഡ് ആവേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിൽ കൺസിഡർ ചെയ്യപ്പെടേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ റിസർച്ച് പാരഡിം എന്ന് കണ്ടത്. അതിനകത്ത് ഒരുപാട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പാരഡിംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിന്റെ പർട്ടിക്കുലർ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഓരോ റിസർച്ച് പാരഡിംസും ഫോക്കസ് ചെയ്യുന്നത് ഒരു റിയാലിറ്റി ക്വസ്റ്റ്യനെ നമ്മൾ അല്ലെങ്കിൽ ഇത് ഡിഫർ ഓൺ ദ ക്വസ്റ്റ്യൻ ഓഫ് റിയാലിറ്റി വിൽ ബി ഡിഫർ ഇൻ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ദ റിസർച്ച് പാരഡിം. ആൻഡ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഓരോ റിസർച്ച് ക്വസ്റ്റ്യനുകളും അല്ലെങ്കിൽ ഓരോ റിസർച്ച് റീസൺസുകളും ഡിഫറെന്റ് കൈൻഡ് ഓഫ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു റിസർച്ച് ഈ ഒരു പർട്ടിക്കുലർ ഇവന്റിന് വേണ്ടി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആൻഡ് ദേ യൂസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസ്. അതായത് ഡേറ്റ കളക്ഷന് വേണ്ടി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഇൻഫോർമേഷനും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിസർച്ച് ക്വസ്റ്റ്യൻ. ആൻഡ് ദേ റിസോർട്ട് ഡിഫറെന്റ് വേസ് ഓഫ് ഡിറൈവിംഗ് മീനിങ്. അതായത് കളക്റ്റഡ് ഡേറ്റയിൽ നിന്ന് നമുക്ക് ഒരു റിസർച്ച് മാത്രം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആൻസർ മാത്രമല്ല ഡിറൈവ് ചെയ്യാൻ സാധിക്കുന്നത്. വി ഹാവ് ലോട്ട് ഓഫ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഇന്റർപ്രിറ്റേഷൻസ് അല്ലെങ്കിൽ
റിസൾട്ട്സുകൾ ഈ ഒരു പർട്ടിക്കുലർ ഡാറ്റ കളക്ട് ചെയ്താൽ നമുക്ക് ഇൻഫർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസർച്ച് ആൻഡ് പ്രാക്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. ഓരോ റിസർച്ച് പാരഡിമിലും ഫോളോ ചെയ്യുന്ന റിസർച്ച് പ്രാക്ടീസുകളും അല്ലെങ്കിൽ റിസർച്ച് ടൂൾസുകളും ടെക്നിക്സുകളും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും കമ്പയർഡ് ടു ദ അതർ വൺ. നമ്മൾ നേരത്തെ കണ്ട റിസർച്ച് പാരഡിമിന്റെ ക്ലാസിഫിക്കേഷൻസിൽ നമ്മൾ പോസിറ്റിവിസ്റ്റും അതുപോലെ തന്നെ പോസിറ്റിവിസ്റ്റ് റിസർച്ച് പാരഡിം നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ വി ആർ കമ്മിങ് ടു ദ റെസ്റ്റ് ഓഫ് ദ ഫർദർ ക്ലാസിഫിക്കേഷൻസ്. പാരഡിംസിന്റെ ഫർദർ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. So the first one is realism. Realism എന്ന് പറഞ്ഞാൽ we are assuming that there is a real world that is external to the experience of any particular person and the goal of research is to understand that particular world. അതായത് ഈ റിയലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് there is a real world, അതായത് ഒരു റിയൽ വേൾഡ് അവിടെ എക്സിസ്റ്റിംഗ് ആണ്. നമ്മൾ പർട്ടിക്കുലർലി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെത്തഡോളജി അല്ലെങ്കിൽ അനാലിസിസുകൾ കൊണ്ട് തന്നെ വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗോൾ ഓഫ് ദി റിസർച്ച്. ഓക്കെ, അതാണ് നമ്മൾ റിയലിസം എന്ന് പറയുന്ന ഒരു റിസർച്ച് പാരഡിം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The second one is constructivism. Begins by assuming that everyone has unique experience and beliefs and it posits that no reality exists outside of this perception. അതായത് ഒരു കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ this is a constructed research. അതായത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ റെജീമില് എല്ലാ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സുകൾക്കും യൂണീക്ക് എക്സ്പീരിയൻസ് ആണെന്നും ആൻഡ് നമ്മൾ അതിനെ ഒരു റിയാലിറ്റി പെർസ്പെക്റ്റീവിലല്ല, നമ്മൾ റിയലിസത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. സോ റിസർച്ചർ ഇറ്റ്സെൽഫ് കൺസ്ട്രക്ട് എ പർട്ടിക്കുലർ ഫേസ് ടു കണ്ടക്ട് ദി റിസർച്ച്. അതാണ് നമ്മുടെ കൺസ്ട്രക്റ്റിവിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതാണ് പ്രാഗ്മാറ്റിസം. സോ പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിഡർ റിയലിസം, രണ്ടിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. റിയലിസത്തിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്റ്റിവിസത്തിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ കൺസിഡറിങ് ഇറ്റ് ടു ഓൾട്ടർനേറ്റീവ്. അതായത് ഒരു വേൾഡ് പെർസ്പെക്റ്റീവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് പാരഡൈംസിനെയും, അതായത് റിയലിസത്തിനെയും കൺസ്ട്രക്റ്റിവിസത്തിനെയും ഓൾട്ടർനേറ്റീവ്ലി യൂസ് ചെയ്യാണ് പ്രാഗ്മാറ്റിസം ചെയ്യുന്നത്. So the question about the nature of reality are less important. അതായത് ഇവിടെ നമ്മൾ പ്രാഗ്മാറ്റിസം അല്ലെങ്കിൽ പ്രാഗ്മാറ്റിസ്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോണ്ടേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ the nature of reality is less important than the question about what is meant to act and explain. അതായത് ഇവിടെ കൂടുതൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് ആക്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെ കോൺസിക്വൻസിനെയാണ് നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നത് റാദർ ദാൻ ആ റിയാലിറ്റിനേക്കാൾ. അപ്പൊ കുറച്ചും കൂടെ ഒരു പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കൺസ്ട്രക്റ്റിവിസം അതുപോലെ തന്നെ റിയലിസത്തിനെയും ഒരു പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിലാണ് ഈ പ്രാഗ്മാറ്റിസ്റ്റുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് മൂന്നാമത്തെ പാരഡിം അപ്രോച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇനിയാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു നാരോ ഡൗൺ പെർസ്പെക്റ്റീവിലേക്ക് ഇത്ര നേരം നമ്മൾ തിയറട്ടിക്കൽ ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ആസ്പെക്റ്റുകൾ ഡിസ്കസ് ചെയ്തത്. നൗ വി ആർ കമ്മിങ് ടു ദ അപ്രോച്ചസ് ടു സോഷ്യൽ എൻക്വയറി. അതായത് സോഷ്യൽ സയൻസിൽ എങ്ങനെയൊക്കെയാണ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. സോ നമ്മൾ എല്ലായ്പ്പോഴും ടെക്സ്റ്റ് ബുക്കുകളിൽ കാണുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് വേഴ്സസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അതായത് ബേസിക്കലി റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഏതർ ക്വാളിറ്റേറ്റീവ് ഫോമിലായിരിക്കും അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലായിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിനെയും ഒരു മിക്സ്ഡ് ഫോമിലായിരിക്കും. ഓക്കെ, സോ by using induction as a research strategy, അതായത് qualitative research creates a theory and discovery through flexible emergent research design. അതായത് ഒരു ഇൻഡക്റ്റീവ് അപ്രോച്ച്, അതായത് ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു തിയറി ഉണ്ടാവും. ആ തിയറിയിൽ നിന്ന് നമ്മൾ ഡേറ്റ യൂസ് ചെയ്തിട്ട് ഇൻഫറൻസിലൂടെ നമ്മളൊരു ആ തിയറിയിൽ നിന്നും ഇൻഡക്റ്റീവ് ആയിട്ട് താഴോട്ടേക്ക് വരുന്നതിനാണ് നമ്മളൊരു ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണെങ്കിൽ നമ്മളൊരു തിയറി ഉണ്ടാവും, അതിനെ നമ്മൾ റിസർച്ച് ഡിസൈൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു ഇൻഡക്റ്റീവ് ഫോമിലേക്ക് നടത്തുന്ന അല്ലെങ്കിൽ ഒരു ഇൻഡക്റ്റീവ് ഫോർമാറ്റിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് നമുക്ക് അതിന് ബൈ യൂസിങ് നമുക്ക് ഒരു പർട്ടിക്കുലർ ഇൻഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫോളോ ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വി ആർ യൂസിങ് നമ്പേഴ്സ്. ഓക്കെ, കുറച്ചും കൂടി ഒരു ഒബ്ജക്റ്റീവ് ആസ്പെക്റ്റിലാണ് നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചുകൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൽ തന്നെ സബ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതാണ് ഇൻഫറൻഷ്യൽ അപ്രോച്ച്, എക്സ്പെരിമെന്റൽ അപ്രോച്ച് ആൻഡ് സിമുലേഷൻ അപ്രോച്ച്.
അപ്പം ഈ 3 അപ്രോച്ചുകൾ കംപ്രൈസ് ആയിട്ടുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. എന്തൊക്കെയാണ് ഇനി ഈ പർട്ടിക്കുലർ അപ്രോച്ചുകൾ നമുക്ക് നോക്കാം. ഇൻഫറൻഷ്യൽ അപ്രോച്ചുകൾ എന്ന് പറഞ്ഞാൽ ദ ഡേറ്റാബേസ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ സർവേ മെത്തേഡ് ആൻഡ് ഇൻഫറൻസ് ഇസ് ഡ്രോൺ അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മളൊരു ഡേറ്റാബേസ് നമ്മുടെ ഉണ്ടാവും, ഒരു സർവേ മെത്തേഡിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് റിസർച്ച് ടെക്നിക്കിലൂടെ വി ഹാവ് എ ഡാറ്റാബേസ്. അതിൽ നമ്മൾ ഇൻഫറൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിനകത്തുള്ള വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ then we can call it as an inferential approach. This is comes under the quantitative research. രണ്ടാമത്തതാണ് എക്സ്പെരിമെന്റൽ അപ്രോച്ച്. എക്സ്പെരിമെന്റൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ there is a greater control is exercised over the research environment. അതായത് എക്സ്പെരിമെന്റ് അപ്രോച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസർച്ച് എൻവയോൺമെന്റിൽ ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു ഹയർ കൺട്രോൾ നമുക്ക് ഉണ്ടാവും റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പൊ നമുക്കൊരു വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്കിപ്പം ഒരു പർട്ടിക്കുലർ വെജിറ്റബിൾ അല്ലെങ്കിൽ വെജിറ്റബിൾ മാർക്കറ്റിനെ കുറിച്ച് മാത്രമാണ് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ വി ക്യാൻ മാനിപ്പുലേറ്റ് ദ വേരിയബിൾസ്. അതായത് ഏതൊക്കെ കൈൻഡ് ഓഫ് വെജിറ്റബിൾസ് നമുക്ക് കൺസിഡർ ചെയ്യണം, എന്തൊക്കെ കൈൻഡ് ഓഫ് റിസർച്ച് ഡിസൈൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ മേലൊക്കെ ഒരു റിസർച്ചറിന്റെ ഒരു ഗ്രേറ്റർ കൺട്രോൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള റിസർച്ചുകളെയാണ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആൻ എക്സ്പെരിമെന്റൽ അപ്രോച്ച് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് സിമുലേഷൻ അപ്രോച്ച്. സിമുലേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ ഓപ്പറേഷൻ ഓഫ് എ ന്യൂമറിക്കൽ മോഡൽ. അതായത് ഒരു ഡൈനാമിക് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിലൂടെ നമ്മളൊരു ന്യൂമറിക്കൽ മോഡലിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഒരു സിമുലേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പർട്ടിക്കുലർ വേരിയബിൾസിനെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡേറ്റ ബേസിനെ നമുക്ക് ന്യൂമറിക്കലി മോഡൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു റിസർച്ച് അപ്രോച്ചാണ് സിമുലേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു ദ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചുകൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡുകളിലുള്ള 3 അപ്രോച്ചുകൾ നമ്മൾ കണ്ടു: ഇൻഫറൻഷ്യൽ, എക്സ്പെരിമെന്റൽ ആൻഡ് സിമുലേഷൻ അപ്രോച്ച്. ഇനി കമ്മിങ് ടു ദ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു സബ്ജക്റ്റീവ് ആണ്. അതായത് റിസർച്ചറിന്റെ ആറ്റിറ്റ്യൂഡും ഒപ്പീനിയൻസും അല്ലെങ്കിൽ ഒബ്സർവറിന്റെ അല്ലെങ്കിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്ന ആളെ കുറിച്ചുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒപ്പീനിയൻസും ബിഹേവിയറും ഒക്കെ സബ്ജക്റ്റീവ്ലി അനലൈസ് ചെയ്യാണ് ബേസിക്കലി ഒരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദിസ് പർട്ടിക്കുലർ നമ്പേഴ്സ്. സോ ഈ ഒരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ചുകൾ നമ്മൾ കാണപ്പെടുന്ന മെയിൻ ടെക്നിക്സുകളാണ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് റിസർച്ച് മെത്തേഡുകൾ അല്ലെങ്കിൽ റിസർച്ച് ടൂൾസുകളാണ് ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡെപ്ത് ഇന്റർവ്യൂകളൊക്കെയാണ് ബേസിക്കലി കൂടുതലായിട്ടും ഈ ഒരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ചുകൾ നമ്മൾ കണ്ടുവരുന്ന റിസർച്ച് ടെക്നിക്സുകൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു ടേബിൾ നമുക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് ക്വാളിറ്റേറ്റീവ് വേഴ്സസ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിന്റെ ഒരു ബേർഡ്സ് വ്യൂ ആണ് നമുക്ക് ബേസിക്കലി ഈ ഒരു ടേബിൾ നമുക്ക് തരുന്നത്. ഇതൊരു ടേബിൾ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദ ക്വാളിറ്റേറ്റീവ് വേഴ്സസ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു ഡേറ്റ, അതായത് ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ഡേറ്റ ഉണ്ട്, ഫോർമുലേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സെലക്ഷൻ ഓഫ് റെസ്പോണ്ടൻസ്, ടൈമിംഗ് ഓഫ് അനാലിസിസ്, ആപ്ലിക്കേഷൻ ഓഫ് മെത്തേഡ്, റോൾ ഓഫ് തിയറി. ഇതൊക്കെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ റിസർച്ചിന്റെ. ഇനി ആ ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനെയും നമുക്ക് എങ്ങനെ ക്വാളിറ്റേറ്റീവ് മെത്തേഡിലും എങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡുകളിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ ബോക്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. So first one is typical data collection. Okay, so the data collection നമുക്ക് എങ്ങനെയാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡുകളിലും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡുകളിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ക്വാളിറ്റേറ്റീവ് മെത്തേഡുകളിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, സെമി സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്കൊരു ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നത് ബേസിക്കലി ഇൻ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ഓഫ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചുകളാണ് എങ്ങനെയാണ് നമുക്ക് ലബോറട്ടറി ഒബ്സർവേഷനുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറുകൾ, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചുകളിൽ വി ആർ കളക്ടിങ് ദ ഡേറ്റ. ഫോർമുലേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. എങ്ങനെയാണ് ഒരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ചുകളിലും ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിലും ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത്? ക്വാളിറ്റേറ്റീവ് അപ്രോച്ചുകളിൽ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിനേക്കാളും കുറച്ചും കൂടെ ലൂസ്ലി സ്പെസിഫൈഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് റിസർച്ചറിന് അവരുടെ ഒരു റാഷണൽ അനുസരിച്ച് ക്വസ്റ്റ്യൻസ് മാറ്റാനും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിൾ ഫോമിലാക്കാനും ഒക്കെയുള്ള ഒരു ഇൻഡിപെൻഡൻസ് ഈ ഒരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിലുണ്ട്. അതായത് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ആർ എക്സ്ചേഞ്ച് ഇൻ 2-way കമ്മ്യൂണിക്കേഷൻ. അതായത് റിസർച്ചറും റെസ്പോണ്ടന്റും തമ്മിലുള്ള ഒരു 2-way കമ്മ്യൂണിക്കേഷനുകളിൽ റെസ്പോണ്ടന്റിന്റെ ഒരു അല്ലെങ്കിൽ റെസ്പോണ്ടന്റിന്റെ ഒരു കംഫർട്ടബിൾ സോൺ വെച്ചിട്ട് ക്വസ്റ്റ്യൻസിനെ നമുക്ക് ലൂസ്ലി അല്ലെങ്കിൽ ഓപ്പൺലി സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അണ്ടർ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ബട്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുകളിൽ അങ്ങനെയല്ല. ഇറ്റ് ഈസ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആൻഡ് ദർ വിൽ ബി എ പർട്ടിക്കുലർ കാറ്റഗറീസ് ഉണ്ടാവും. ആ പർട്ടിക്കുലർ കാറ്റഗറീസിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ആൻസേഴ്സുകൾ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും കമ്പയർഡ് ടു ദ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച്. ഇനി എങ്ങനെയാണ് റെസ്പോണ്ടൻസിനെ സെലക്ട് ചെയ്യുക?
ഈ രണ്ട് റിസർച്ച് ആസ്പെക്റ്റുകളും ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആസ്പെക്റ്റുകളിലാണെങ്കിൽ ഇൻഫോർമേഷൻ മാക്സിമൈസിംഗ് ഗൈഡ്സ് ദ സെലക്ഷൻ ഓഫ് എവരി റെസ്പോണ്ടന്റ് മേ ബി യുണീക്ക്. അതായത് എല്ലാ റെസ്പോണ്ടൻസുകൾക്കും നമുക്കൊരു യുണീക്ക് ഫീച്ചർ ആയിരിക്കും ഈ ഒരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ചുകളിൽ ഉണ്ടാവുക. ബട്ട് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചുകളിലാണെങ്കിൽ ദ റെപ്രസെന്റേറ്റീവ്സ് ആർ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ. അതായത് നമുക്കൊരു എല്ലാവരെയും നമുക്ക് ഈക്വലി റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മളൊരു റാൻഡം ആയിട്ടുള്ള ഒരു സാമ്പിളിലൂടെ ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ എന്താണ് റെസ്പോണ്ടൻസിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത് അണ്ടർ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്. ബട്ട് ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിലാണെങ്കിൽ എല്ലാ റെസ്പോണ്ടൻസിനും യുണീക്ക് ആയിരിക്കും, എല്ലാ റെസ്പോണ്ടൻസും യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. So the fourth one is ടൈമിംഗ് ഓഫ് അനാലിസിസ്. അതായത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ചുകളിലും ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിലും അനാലിസിസ് ടൈം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഇത് പാരലൽ വിത്ത് ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ഷന്റെ കൂടെ തന്നെ നമുക്ക് ക്വാളിറ്റേറ്റീവ് അപ്രോച്ചുകളിൽ അനാലിസിസ് നടത്താനായിട്ട് സാധിക്കും. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചുകളിൽ അങ്ങനെയല്ല. ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അനാലിസിസ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ബിക്കോസ് വി ഹാവ് സം ന്യൂമറിക്കൽ വാല്യൂസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്. അഞ്ചാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ഓഫ് അനാലിസിസ്. അതായത് നമ്മൾ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിൽ യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്സ് ആയിരിക്കും. അതായത് മിക്സ്ഡ് മെത്തേഡ്സ് ആയിരിക്കും മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡുകൾ നമ്മൾ ദർ വിൽ ബി സം സ്റ്റാൻഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്സ്. ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്സിന് പകരം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചുകളിൽ കുറച്ചും കൂടി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആയിരിക്കും കുറച്ചും കൂടെ യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി റോൾ ഓഫ് തിയറീസ്. എങ്ങനെയാണ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിലും ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിലും തിയറിയുടെ റോൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചുകളിൽ എക്സിസ്റ്റിംഗ് തിയറീസ് ആർ ടിപ്പിക്കലി യൂസ്ഡ് ഓൺലി ആസ് പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ ഫോർ ദ അനാലിസിസ്. ദ തിയറീസ് ആർ ഫർദർ ഡെവലപ്ഡ് ബൈ ഫോമിംഗ് ന്യൂ കോൺസെപ്റ്റ്. അതായത് ഒരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ചുകൾ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിയറികൾ ഫർദർ ഡെവലപ്പ് ചെയ്യുകയാണ്. പുതിയ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പുകൾ ഫർദർലി ഡെവലപ്പ് ചെയ്യുകയാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചുകൾ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ദ കണ്ടന്റ്സ് ഓഫ് ദ ന്യൂ കോൺസെപ്റ്റ് ആർ സ്റ്റഡിഡ്. അതായത് പുതിയ കോൺസെപ്റ്റുകൾ നമ്മൾ അല്ലെങ്കിൽ പുതിയ കണ്ടന്റുകൾ നമ്മളവിടെ പുതിയതായിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദർ ഇസ് എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് തിയറി ഈസ് ഇല്ലസ്ട്രേറ്റഡ് ബൈ ദ കേസസ്. അതായത് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് തിയറിയാണ് നമുക്ക് ക്വാളിറ്റേറ്റീവ് അപ്രോച്ചുകളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് കമ്മിങ് ടു ദ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ആണെങ്കിൽ ഓൾറെഡി എ പ്രയറി ഡിഡക്റ്റഡ് തിയറീസ് ആർ ഓപ്പറേഷണലൈസ്ഡ് ആൻഡ് ടെസ്റ്റഡ് ഓൺ ഡേറ്റ. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിയിൽ നമ്മൾ ഡിഡക്ഷൻ മെത്തേഡിലൂടെ, അതായത് ആ തിയറി വാലിഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ആ ഡേറ്റനെ അനലൈസ് ചെയ്യുന്നു, ദെൻ കം ടു ദ കൺക്ലൂഷൻ. അതാണ് നമ്മൾ ഡിഡക്റ്റീവ് തിയറി എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ ഇൻഡക്റ്റീവ് തിയറി ആയിട്ട് ജസ്റ്റ് സ്വാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡക്റ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫീൽഡിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നു, ആ ഡേറ്റ അനലൈസ് എന്നിട്ട് അതിനൊരു തിയറിയേക്ക് ഫോർമുലേറ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഇൻഡക്റ്റീവ് തിയറീസ് എന്ന് പറയുന്നത്. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചുകൾ നമ്മളൊരു ഡിഡക്റ്റീവ് തിയറിയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ പ്രോസസ് ഓഫ് അനലൈസിങ് ഈസ് ബേസിക്കലി ഡിഡക്റ്റീവ് പ്രോസസ്സുകളായിരിക്കും ബേസിക്കലി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചുകളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സോ കമ്പയർഡ് ടു ദ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് കുറച്ചുകൂടി ഇൻഡക്റ്റീവ് മെത്തേഡുകളായിരിക്കും ക്വാളിറ്റേറ്റീവ് അപ്രോച്ചുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഡിസ്കഷനിൽ നമ്മൾ നോക്കിയത്. നമ്മൾ പാർട്ട് 1 ഇത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതിന്റെ ഫർദർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തൊക്കെയാണ് റിസർച്ച് പ്രോസസ്സുകൾ എന്നുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യും.